ഒരു മനോഹരമായ വീട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കേട്ടോ. ഇത് അഞ്ചൽ ഉള്ള ഒരു എൻ്റെ കൂടെ സഹപ്രവർത്തകനായ റെജിലാലിന്റെ വീട്ടിലെ വിശേഷങ്ങളാണ്. ഇന്ന് ഈ വീട്ടിൽ ഒരു ദിവസം ഒരു അതിഥിയായിട്ട് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വീടിൻ്റെ ഒരു കാഴ്ച നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണം തോന്നി. കാരണം ഒത്തിരി വീടിൻ്റെ ഐഡിയാസും പുതിയ വീടുകൾ പണിയാനായിട്ടുള്ളവർക്കൊക്കെ ഒത്തിരി ഐഡിയകൾ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വീടിൻ്റെ മോഡലുള്ളത്. നമ്മുടെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ വീടുകളിൽ തറവാട് വീടുകളിലെ നടുമുറ്റവും അതുപോലെ തന്നെ വരാന്തകളും അരപ്ലേസുകളും അതുപോലെ തന്നെ ഇതേപോലെ വീടിൻ്റെ അകത്ത് തന്നെ നമുക്ക് അത്യാവശ്യം ഇരുന്ന് സംസാരിക്കാനും എല്ലാ വീട്ടുകാരായിട്ട് ചെലവഴിക്കാൻ പറ്റിയ ഒരു പ്ലേസ് കണ്ടെത്തിക്കൊണ്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 1900 സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ഈ വീടുള്ളത്. വീടിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അപ്പൊ അത് നമുക്ക് റെജിലാലിനോട് തന്നെ ചോദിക്കാം. നമ്മുടെ ഈ ഒരു മനോഹരമായ വീടിന്റെ ഉടമയാണ് കേട്ടോ റെജിലാല്. ഞാൻ പറഞ്ഞതുപോലെ KSRTCയിൽ കണ്ടക്ടർ കൂടിയാണ്, ഒരു മാഷാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീടിൻ്റെ വലിയൊരു ഭംഗി കണ്ടപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ഐഡിയ ഒന്ന് അറിയണമെന്ന് തോന്നി. ഇപ്പോൾ റെജിലാൽ എങ്ങനെയാണ് ഇതിൻ്റെ കൺസെപ്റ്റ്, എന്താണ് ഇതിൻ്റെ ഒരു ഐഡിയ എങ്ങനെ മനസ്സിൽ വന്നത്? എൻ്റെയും ഭാര്യയുടെയും ഒരു ആഗ്രഹമായിരുന്നു. അതിലുപരി ഞങ്ങൾ കുറേ പ്ലാനിങ്ങുകൾ നോക്കി, റെഫറൻസുകൾ നോക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ട്രക്ചർ നമ്മൾ എന്ന രീതിയിൽ വേണമെന്നുള്ളത് തീരുമാനിക്കുകയും ഒരു ആർക്കിടെക്ചറെ കൊണ്ട് അത് ഡിസൈൻ ചെയ്യിച്ച് എൻ്റെ തന്നെ ഒരു ഫ്രണ്ട് കോൺട്രാക്ടർ ക്വാളിറ്റി ബിൽഡറാണ് പുള്ളി കൊണ്ട് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഡിസൈനിങ്ങിൽ ഏറെക്കുറെ സഹായിച്ചത് മൊത്തം ആർക്കിടെക്ചറിൻ്റെ നവീനാണ്. നവീൻ ഒരുപാട് പ്രാവശ്യം അത് റീറൈറ്റ് ചെയ്ത് ഏറ്റവും നല്ല രീതിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതുപോലെ തന്നെ അഞ്ചൽ മേഖലയിലെ ഏറ്റവും അറിയപ്പെടുന്ന ക്വാളിറ്റി ബിൽഡറായിട്ടുള്ള വില്ലിക്കുളം സലീമാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ മൊത്തം നടത്തിയിരിക്കുന്നത്. ഫിനിഷിംഗ് ലെവൽ വരെ സലീം ചെയ്ത വർക്കുകൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഒരു തറവാട് വീട് പോലെയുള്ള ആ ഒരു ലുക്കിലാണ് റിജി ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അറേഞ്ച് ചെയ്ത് നല്ല മനോഹരമായിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ആളുകൾക്കൊക്കെ ഇപ്പോൾ ഒത്തിരി ആളുകളൊന്നും ഇല്ല എങ്കിലും നമ്മുടെ ആ പഴയ ആ ഒരു നൊസ്റ്റാൾജിയ നിലനിർത്തുന്ന രീതിയിൽ ഇതേപോലെ ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഐഡിയ ഇതും ആ ഒരു ഓപ്പൺ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ തനി ക്ലോസ്ഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് അല്ലാതെ നമുക്ക് ഒരു വിശാലത ഫീൽ ചെയ്യുന്ന രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതാണ്. നല്ല ഭംഗിയായിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ പേര് ഛായാമുഖി എന്നാണ്. ഛായാമുഖി എന്നുള്ള പേര് ശരിക്കും ഞങ്ങൾ ഒരു ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. പേര് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മീനിങ് ഫുൾ ആയിരിക്കണം, കൂട്ടക്ഷരങ്ങളൊന്നും പറയരുത്, 3-4 അക്ഷരത്തിൽ ഒതുങ്ങണം. പിന്നെ മീനിങ് ഫുൾ എന്നുള്ളതിലുപരി ഛായാമുഖി എന്നുള്ളത് ഒരു മാജിക് മിററാണ്. ആ മാജിക് മിററിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലിഷ്ടം ഉള്ളത് ആരെയാണോ അവരെ നമുക്ക് അവിടെ കാണാം. അപ്പൊ ശരിക്കും ആരും ഒന്ന് ഛായാമുഖിയിലേക്ക് നോക്കിയാലേ അവർക്ക് ഇഷ്ടമുള്ളവരെ കാണാം. ആ അർത്ഥത്തിൽ വെച്ചതാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു പ്രത്യേകത തോന്നിയത് നമ്മുടെ ഈ ഒരു വാളാണ്. ഇത് ശരിക്കും തേക്ക് ഡിസൈൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ പറ്റി ഒന്ന് തേക്ക് ഡിസൈൻ അല്ല, തേക്കിന്റെ തന്നെ ചെറിയ പാളികളാണുള്ളത്. ആണോ? ശരിക്കും തേക്കാണ് പാളികള്. അത് പിന്നെ ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്കത് ചെയ്യാം. ഇതിപ്പോ ഒരു ക്ലാസിക് ഡിസൈൻ, ഒരു എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. ഒരു തീം കിട്ടത്തക്ക രീതിയിൽ ചെറിയ സ്കെയിലില്ല 6 ഇഞ്ചിന്റെ ആ സ്കെയിലിന്റെ നീളത്തിലും വീതിയിലാണ് അത് കീറിയെടുത്തത്. 4 ഇഞ്ച് കനയുള്ളത്. അപ്പൊ ഭിത്തി തേച്ചതിന് ശേഷം അതിന്റെ മേളിൽ ഓരോന്നോരോന്നായിട്ട് പേസ്റ്റ് ചെയ്ത് പിന്നീട് പെയിന്റ് ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഇതിനൊത്തിരി സമയം എടുത്തല്ലേ? അല്ല, ഇത് അധികം സമയം എടുക്കില്ല. ഇത് മാക്സിമം ഒരു 5-6 ദിവസത്തെ വർക്ക്, മൊത്തത്തിൽ 10 ദിവസം വർക്ക്. ശരിക്കും ഒരു വോൾട്ടൈൽ ഒട്ടിച്ച അതേ ഇതിലെങ്കിലും പക്ഷെ തേക്കിന്റെ അതേ ഫിനിഷിങ്ങും ക്രെഡിറ്റ് പെയിന്റിംഗ് ആയിട്ട് വരും. അപ്പൊ ഓരോന്നും നമ്മുടെ ഈ വീതിയില് ഒരു പീസാണിത്. ആ ഒരു പീസ് അവിടെ പേസ്റ്റ് ചെയ്തു, അടുത്തങ്ങനെ പേസ്റ്റ് ചെയ്തിട്ട് അത് നല്ല രസമായിട്ട് കേട്ടോ. അങ്ങേറ്റം വരെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം ഇതുപോലെ. അപ്പം നമുക്ക് അത്യാവശ്യം എപ്പോഴും ഒരു നല്ല എവർലാസ്റ്റിംഗ് ആയിട്ട് നിന്നോളും, ഭംഗിയായിരിക്കും, വലിയ മെയിൻ്റനൻസ് വരികയില്ല. അപ്പം നമ്മളിവിടെ നിന്ന് കയറുന്നത് ഇതാണ് ഏറ്റവും ഫ്രണ്ട് പോർഷൻ. നമ്മൾ അവിടേക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഫീലിംഗ് ആണ്. നല്ലൊരു വിസിറ്റിംഗ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ നമ്മൾ കാണുന്ന ഒരു അകത്തളാണ്. ഇതേപോലെ തന്നെ നമുക്ക് സംസാരിച്ചിരിക്കാൻ പറ്റിയ ഒരു 2 എന്താ പറയുക ഇരിക്കാൻ പറ്റിയ ഇരിപ്പിടവും അതിൻ്റെ നടുക്ക് നമുക്ക് ഫാമിലി സമയം ചെലവഴിക്കാൻ പറ്റിയ രീതിയിൽ ഒരു നല്ലൊരു ഊഞ്ഞാലും സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ലൊരു വുഡിൻ്റെ ആയതുകൊണ്ട് ഒരു ഫിനിഷിംഗ് ഉണ്ട്. എല്ലാം നല്ലൊരു തേക്കിൻ്റെ കളറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഒരു എന്താ പറയുക അപ്സ്റ്റെയർ ഇല്ലാതെ തന്നെ നമുക്ക് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇത്രയും സ്പേസ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരുക്കാന്ന് പറയുന്നത് വലിയൊരു ഐഡിയ ആണ്. ഇങ്ങനെ ഒരു ഐഡിയയിൽ വരാനായിട്ട് എന്തായിരുന്നു ഇഷ്ടം? അതെ, എൻ്റെ അമ്മയുടെ തറവാട് ഇതുപോലെ വരാന്തയും അത്യാവശ്യം നടുത്തളമൊക്കെ ഉള്ള ഒരു വീടായിരുന്നു. അപ്പൊ അവിടെയാണ് ഞങ്ങൾ ചെറുപ്പത്തിൽ വളർന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ ഇങ്ങനെ മനസ്സിൽ കിടന്നു. 2ാം നില എന്നുള്ള ഒരു കൺസെപ്റ്റ് അതോടെ നമ്മൾ വേണ്ടാന്ന് വെക്കുകയായിരുന്നു. 3 ബെഡ്റൂം, ഹാള്, 2 ലിവിങ്,
ഡൈനിങ്, ഓപ്പൺ കിച്ചണും അല്ലാത്ത ഒരു കിച്ചണും വർക്ക് ഏരിയയാണ് ഇതിനകത്തുള്ളത്. ഇതൊരു ഭാഗം ഫ്രണ്ട് അല്ലല്ലോ, കറക്റ്റ് ഫ്രണ്ട് അല്ലല്ലോ. അല്ലല്ല, നമ്മുടെ ഈ ഒരു വീടിന്റെ ഒരു ഭാഗം ഇതുപോലെ ഒരു എൻട്രൻസ്, ഈ ഒരു കൺസെപ്റ്റ് എന്താണ് റെജി? ഇത് വന്നിട്ട് ഈ സ്ഥലത്ത് ഒരു സൗണ്ട് പൊല്യൂഷനോ എയർ പൊല്യൂഷനോ ഒന്നും ഇല്ലാത്ത രീതിയിൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ഓപ്പൺ ഏരിയയിലേക്ക് നമുക്കൊരു വ്യൂ കിട്ടത്തക്ക രീതിയിൽ നമുക്ക് കുറച്ചേരം ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ സിറ്റ് ഔട്ട് പോലെ, എന്നാൽ വരാന്ത പോലെ നമുക്ക് അത്യാവശ്യം ഇവിടെ ഇരിക്കുക അല്ലേ. നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് വൈഫും മകളും വീട്ടിലുണ്ടായിരുന്നില്ല. റെജിലാലെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തിയില്ലല്ലോ. അച്ഛൻ്റെ പേര് ഗാന്ധിലാലാണ്, റിട്ടയർഡ് അധ്യാപകൻ. അമ്മ രാജമ്മ, റിട്ടയർഡ് അധ്യാപികയാണ്. എനിക്ക് വൈഫ്, മോളുണ്ട്. വൈഫ് ഹൈസ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. മോൾ ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നു. പേര് ഗൗതമി, വൈഫിൻ്റെ പേര് സിനി. ഒത്തിരി സന്തോഷം. ഇതുപോലെ മനോഹരമായ ഒരു പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഈ ഒരു ഒറ്റ നിലയിൽ തീർത്ത വീട്, അല്ലെങ്കിൽ ഈ ഒരു സ്വപ്ന കൂടാരം നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് സാധിച്ചതിൽ സന്തോഷം അറിയിക്കുന്നു. ഒപ്പം റെജിലാനും കുടുംബത്തിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഒരു ദിവസം എനിക്കിവിടെ സ്റ്റേ ചെയ്ത് ഈ കാഴ്ചകളൊക്കെ കാണുവാനും അവരുടെ സ്നേഹം പങ്കിടുവാനൊക്കെ സാധിച്ചു. വീട് എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. വലിയ കൊട്ടാര സദൃശമായ വീടുകളേക്കാൾ ഉപരി നമ്മൾക്ക് നമ്മുടെ മനസ്സിന് എന്താ പറയുക, ഇണങ്ങുന്ന രീതിയിൽ നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന രീതിയിൽ ഇതേപോലെ ഒരു ഒറ്റനില വീട്ടിലും ഇത്രയും മനോഹരമായ കാഴ്ചകൾ ഒരുക്കാം എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഈ വീട്ടിലെ കാഴ്ചകളിലെ ബെഡ്റൂമുകളൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല, കാരണം അതൊക്കെ ഒരു പ്രൈവസിയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് നൽകിയപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക കേട്ടോ.